Uh, I would like to greet everybody to this session. And today we'll be discussing about Unit 12, 12ാമത്തെ യൂണിറ്റ് ബ്ലോക്ക് 6 BPAC 133. ഓക്കെ, BPAC 133 ആണ്, ബ്ലോക്ക് 6 ആണ്, യൂണിറ്റ് 12 ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂണിറ്റ് 12ഉം യൂണിറ്റ് 12A, 12, 12A, 12B, 12C, അതാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് റെഗുലേറ്ററി കമ്മീഷൻസ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമപരമായിട്ട് പല ഇതിന്റെ ബോർഡ്, പല കമ്മീഷൻസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കോൺസ്റ്റിറ്റ്യൂഷണലി ക്രിയേറ്റഡ് കമ്മീഷനെ പറ്റി സംസാരിച്ചല്ലോ. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, UPSC, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ ഒക്കെ. ഇത് ത്രൂ എ സ്റ്റാറ്റ്യൂട്ടറി ദിസ് തിങ് ഗവൺമെന്റ് ഡയറക്ഷൻ പ്രകാരം ഫോം ചെയ്ത ചില കമ്മീഷൻസ് ഉണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻസ്, യൂണിറ്റ് 12 റെഗുലേറ്ററി കമ്മീഷൻ BPAC 133. യെസ്. നോ, ഇന്ന് നേച്ചർ ഓഫ് റെഗുലേഷൻ, റെഗുലേറ്ററി ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ, പിന്നീട് റെഗുലേറ്ററി കമ്മീഷൻസ് ഇൻ ഇന്ത്യയെ പറ്റി സംസാരിക്കാം, പ്രോബ്ലം ഏരിയാസ് ഇത് ഇതിന്റെ സബ് ഹെഡിങ് ആണ്. അപ്പൊ ടുഡേ വി സി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇവിടെ തന്നെ നിൽക്കട്ടെ, ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ എല്ലാം പൈസ ചെലവാക്കിയിട്ട് നമുക്കൊരു പദ്ധതിയും കൊണ്ടുവരാൻ പറ്റില്ല ചില സമയത്ത്. കാരണം സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലും പൈസ സംടൈംസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വലിയ വലിയ എയർപോർട്ട്, വലിയ വലിയ പ്രൊജക്ട്, അറ്റോമിക് പവർ പ്ലാന്റ്, ഇതിൻ്റെയൊക്കെ കൊളാബറേഷൻ മറ്റുള്ള രാജ്യങ്ങളായിട്ടൊക്കെ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനൊക്കെ വേണ്ടി വരും. ഇപ്പോൾ പല എയർപോർട്ട് എക്സ്പാൻഷൻ പ്രോഗ്രാമിലൊക്കെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ ടുഡേ വി സി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. എല്ലാം പബ്ലിക്കും പ്രൈവറ്റും. ഇപ്പോൾ കാണാം ചില സമയത്ത് എയർപോർട്ട് പബ്ലിക്, സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോസ് 40% ഷെയർ, പ്രൈവറ്റിന്റെ നമ്മുടെ ഇൻഡിവിജ്വൽസ് ഇത്ര, അല്ലെങ്കിൽ ചില ബോഡീസ് ഇത്ര ശതമാനം, അങ്ങനെയൊക്കെ കാണാം. അങ്ങനെയാണ് നമുക്ക് പ്രൊജക്ട് ഉണ്ടാക്കാൻ പറ്റും, വലിയ വലിയ പ്രൊജക്ട്. കാരണം ഗവൺമെന്റിലെ പൈസ, ഗവൺമെന്റിന്റെ മണി വി ഹാവ് ടു യൂട്ടിലൈസ് ഫോർ വേരിയസ് പർപ്പസസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് വി ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓൾസോ. അല്ലെങ്കിൽ എന്താ പറ്റുക, ശ്രീലങ്കയിൽ സംഭവിച്ച മാതിരി, സോമാലിയയിൽ സംഭവിച്ച, പാകിസ്ഥാനിലെ ഇതേമാതിരിയുള്ള സംഭവം വരും. അപ്പൊ നമ്മൾ ജനങ്ങളുടെ കാര്യങ്ങളും ഒപ്പം നോക്കണം. അതേമാതിരി ഡെവലപ്മെന്റും വേണം. ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മറ്റുള്ള ആളുകൂടി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ റീസെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് അവാർഡഡ് 5-6 6-7 എന്തോ എയർപോർട്ട് ടു അഡാനി. ഓക്കെ, അതേ പ്രകാരം അങ്ങനെ പലതും. ഇപ്പൊ BPCL അതും പ്രൈവറ്റൈസ് ചെയ്യാൻ പോവാണ്. Yesterday I saw one article, Visakhapatnam steel plant also. അപ്പൊ അത് there are certain purpose. Government also want money. പിന്നെ സെക്യൂരിറ്റിന് വിൽക്കാൻ പറ്റില്ലല്ലോ, ആരും വാങ്ങില്ലല്ലോ. പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയല്ലേ വാങ്ങാൻ പറ്റൂ. അതാണ് ഈ പബ്ലിക് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്. സോ ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. സോ അത് എല്ലാ സെക്ടറിലും ഉണ്ട് കേട്ടോ. ദിസ് ഈസ് പ്രൈമർലി, ചിലതൊക്കെ പണ്ട് മോണോപ്പൊളി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് BSNL, അല്ലെങ്കിൽ നോർത്തിലെ പിന്നെ മഹാനഗർ ടെലികോൺ, MTNL, സോറി, മഹാനഗർ ടെലിഫോൺ, അതിനെ പറ്റിയിട്ട് MTNLന്റെ BSNL. പണ്ട് BSNLന്റെ മോണോപോളി ഉണ്ടായിരുന്ന ടെലിഫോണിന്റെ അല്ലേ. കാരണം നമ്മൾ ബുക്ക് ചെയ്താൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് ലൈന് കിട്ടുക. ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു BSNL കണക്ഷൻ തരിക. ഇന്നത്തെ സ്ഥിതി എന്താണ്? ബുക്ക് ചെയ്തിട്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് വരും. ഇതല്ലെങ്കിൽ മറ്റേത് കോമ്പറ്റീഷൻ അതിഭയങ്കരം. സോ BSNL ഈസ് അൺഎബിൾ ടു സർവൈവ്. അപ്പൊ ഭയങ്കര കോമ്പറ്റേറ്റേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ എല്ലാ സെക്ടറിലും. ഓട്ടോമൊബൈൽ എടുത്തോളൂ. ഓട്ടോമൊബൈൽ എടുക്കുമ്പോൾ നമുക്ക് പണ്ട് ഒരു 2 ഇതാണ്, ഒന്ന് അംബാസഡർ കാർ, ഒന്ന് പ്രീമിയർ ഓട്ടോമൊബൈൽസ്, ഇങ്ങനെ മേജർ ആയിട്ട് 2 ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഗവൺമെന്റ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിരുന്ന അംബാസഡർ കാർ, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ അടക്കം അംബാസഡർ കാർ ആയിരുന്നു. മനസ്സിലായില്ലേ? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇതാ വരണു മാരുതി. എന്താ സ്ഥിതി? ഇന്നത്തെ സ്ഥിതി എന്താ ഇന്ത്യയിലെ? മാരുതി ഹാസ് ബിക്കം
the biggest four-wheeler manufacturer in the country, number one. So many brand, Guinness Book name, that is, അവരുടെ 800 മോളത് ഗിന്നീസ് ബുക്കിൽ പോയിട്ടുണ്ട്. അനവധി ബ്രാൻഡ്, ഫോറിൻ മെജർമെന്റ്, അത് എത്ര മോഡലാണ് വന്നിരിക്കണം നോക്കൂ. എന്താണ് അപ്പൊ അതുകൊണ്ട് എന്താണ് ഗുണം? Customer is benefited because customer is getting money, this thing, product on competitive price. മനസ്സിലായില്ലേ? ഇനി വൺ മോർ എക്സാമ്പിൾ, ഇത് പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ? പണ്ട് ഇന്ത്യയില് നമ്മുടെ ബാട്ട ഷൂ ഉണ്ടായിരുന്നു. ഷൂ പറഞ്ഞാൽ ബാട്ട ഷൂ ഇപ്പൊ എവിടെ പോയി? ബാട്ട ഷൂ, അതായത് 999 rupees 99 പൈസ, അല്ലെങ്കിൽ 9999.99 റൗണ്ട് ഫിഗർ ആവില്ല, അങ്ങനെ ഉണ്ടായിരുന്ന ബാട്ട ഷൂ. എല്ലാവരും ബാട്ട ഷൂ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? ബാട്ട ഷൂ ആരാ വാങ്ങുന്നത്? പക്ഷേ വേറെ കോമ്പറ്റേറ്റീവ്സ്, ഏത് വേണമെന്ന് വെച്ചാൽ സ്പോർട്സ് ഷൂ വേണോ, മറ്റേത് വേണോ, വളരെ കോമ്പറ്റേറ്റീവ് റേറ്റ്സിൽ. ഇനി ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ ഇത് കമ്മിയാക്കാം. നോക്കൂ, പണ്ട് വാച്ച് ഇന്ത്യയിലെ HMT മാത്രമാണ് മാനുഫാക്ചർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയിരിക്കണം. ഫേവർലൂബ, അതേമാതിരിയുള്ള മറ്റുള്ള സ്വിസ് കൺട്രീസ്, സ്വിറ്റ്സർലൻഡ്, മറ്റൊക്കെ. ഇന്ത്യയിലെ നമ്മുടെ HMT ആണ് ഉണ്ടാക്കിയിരുന്നത് വാച്ച്. HMT വാച്ച് ആണ്. അതേമാതിരി ക്ലോക്ക്, നമ്മുടെ ചുമരിൽ പതിപ്പിക്കുന്ന ക്ലോക്ക് ഒക്കെ അല്ല, HMT ഇതായിരുന്നു. എല്ലാ വീട്ടിലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഇതേമാതിരി HMT വാച്ച് ആയിരുന്നു. HMT വാച്ചിന് കിട്ടുക തന്നെ വളരെ വലിയ ഒരു ഇതാണ്. കാരണം 300 റേഞ്ച്, 300 rupees to 200 രൂപയ്ക്ക് അതെ, ലേഡീസിന് 150 rupees ഒക്കെ. Now you see what happened when the complete market was captured by HMT. In the meantime, Tata Group introduced Titan. മനസ്സിലായോ? ബാംഗ്ലൂരിൽ. അപ്പൊ ടൈറ്റാനിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്താ ചെയ്തറിയോ? നമ്മുടെ HMTയിലത്തെ ടെക്നീഷ്യൻസിന്, എഞ്ചിനീയേഴ്സിന് അങ്ങോട്ട് നല്ല ശമ്പളം കൊടുത്ത് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് they did lot of research and they introduced new products. അങ്ങനെ ഇന്ന് ടൈറ്റാൻ ഇന്ത്യൻ വാച്ച് ഇൻഡസ്ട്രീസിലും ക്ലോക്ക് ഇൻഡസ്ട്രീസിലും, എസ്പെഷ്യലി വാച്ച് ഇൻഡസ്ട്രീസിൽ നമ്പർ 1 ആയിട്ട് പരിണമിച്ചു. എവിടെ പോയി? HMT. It has become a sick unit. മനസ്സിലായില്ലേ? അത് സിക്ക് യൂണിറ്റ് ആയിട്ട് പരിണമിച്ചു. അപ്പൊ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജനങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വേണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം, ഇൻവെസ്റ്റ്മെന്റ് വേണം. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് കോമ്പറ്റേറ്റീവ് റേറ്റിൽ പ്രൈസ് കിട്ടൂ. അല്ലാണ്ട് മോണോപ്പൊളി ഉണ്ടെങ്കിൽ പറ്റില്ല. മോണോപ്പൊളി പറഞ്ഞ തുക കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ സാധനം കിട്ടില്ല. ഓക്കെ, സോ ഗവൺമെന്റ് ഹാസ് നൗ പ്രൊവൈഡഡ് ദ സിറ്റിസൺസ് വിത്ത് എ ചോയ്സ്. അനവധി. ഇപ്പോ നോക്കൂ, എന്ത് തന്നെ വേണമെച്ചാലും ശരി, ചോയ്സ് നോക്കൂ. ഏത് കാര്യത്തിന്, നിങ്ങളിപ്പോ ഒരു സാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നമ്മുടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചോയ്സ്, യു ക്യാൻ ടേക്ക് എനിത്തിങ്. എല്ലാത്തിനും ചോയ്സ് ആണ്, അല്ലേ? സോ ഫ്രണ്ട്ലി മാർക്കറ്റാണ്, അല്ലേ? അവര് പല ഓഫറും തരുന്നു, ഡിസ്കൗണ്ട് ഒക്കെ പലതും വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നു, ഓൺലൈൻ ഇത് ചെയ്യുന്നു, അങ്ങനെ. സോ മാർക്കറ്റ് ദിസ് തിങ് സ്ട്രാറ്റജി ഓരോന്ന് സെല്ലിങ് ദ പ്രൊഡക്ട്സ്, ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. അപ്പൊ ഞാൻ ഇത് എന്തിനാ പറയണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ ചിലപ്പോൾ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അതിനാണ് പറയാൻ പോണത്. അപ്പോൾ ആൻഡ് ഓൾസോ ഇൻകോർപ്പറേറ്റ് റിഫോംസ് ടു എഫക്റ്റീവ്ലി റെഗുലേറ്റ് ദി പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പൊ എന്തുണ്ടറിയോ, സാധാരണ ആ സെല് ചെയ്യാൻ വളരെ മിടുക്കന്മാരെല്ലാവരും, സെയിൽ ചെയ്യാനേ. പക്ഷെ ആഫ്റ്റർ സെയിൽസ് സർവീസ് പൂറാണ് പലയിടത്തും. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. പണ്ട് TV വാങ്ങിക്കോളാൻ പറയും, വീട്ടിൽ കൊണ്ടു തരും. ഫ്രിഡ്ജ് വാങ്ങിക്കൊണ്ടാൻ പറയും, വീട്. അത് കഴിഞ്ഞിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും റിപ്പയർ വിളിച്ചാൽ വരില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് സൗകര്യം വരും. അതൊന്നും ഇന്ന് പറ്റില്ല. പ്രോംപ്റ്റ് സർവീസ്, customer service is very, very essential. Otherwise, their market will go. Nobody will purchase. Please remember. ഉദാഹരണം കാരണം ഇത് ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇൻഡിഗോ, ടാറ്റ, നമ്മുടെ ആദ്യം 1 ലക്ഷത്തിൽ മാത്രം എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രത്തൻ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാറ്റ ഇതാണ്. 1 lakhന്റെ ഓർഡിനറി പേഴ്സണ് വേണ്ടിയിട്ട് ചെറിയ കാറ്. ഓക്കെ, എന്ത് പറ്റി? ചെറിയ കാറ് അത് വന്ന് 1 lakh എന്തോ സംതിങ് എന്തോ പ്ലസ് ടാക്സ് എന്തോ, അങ്ങനെ ചെറിയ ചിപ്പസ്റ്റ് കാർ എനിബഡി ക്യാൻ പർച്ചേസ്. അത് ടാറ്റയുടെ ഒരു സ്വപ്നമായോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു മെനി ഇയേഴ്സ് ബാക്ക്. ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ, കാറ് റൂട്ടിൽ ഇറങ്ങിയപ്പോൾ
എല്ലാവരും വാങ്ങാൻ തുടങ്ങി. കാരണം 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം, മാക്സിമം 1.5 ലക്ഷം ടാക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. ചില ഓരോരോ ടാക്സ് സ്റ്റേറ്റിൽ ടാക്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തിനു പറ്റി, ചിലപ്പോൾ ടാക്സും കൂടി ആകുമ്പോൾ 1,20,000 അല്ലെങ്കിൽ അങ്ങനെ ചിലയിടത്തൊക്കെ 12% ടാക്സ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാക്സ് പിടിച്ചോളൂ, 1,15,000 എന്തെങ്കിലും പിടിച്ചോളൂ. അങ്ങനെ എല്ലാവരും പർച്ചേസ് ചെയ്തു. നൗ യു മസ്റ്റ് ഹാവ് ഹേർഡ് ദാറ്റ് ബോംബെയില്, ന്യൂ ബോംബെയില് പൂന നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. അതായത് വെറും 4 മണിക്കൂർ കൊണ്ട് ബോംബെയിൽ നിന്ന് പൂനെയിലെ 3 മണിക്കൂറുണ്ട്. എക്സ്പ്രസ് ഹൈവേ 3 മണിക്കൂർ, 5 മണിക്കൂറാണ് സാധാരണ ബോംബെ ടു പൂന. ഈ എക്സ്പ്രസ് ഹൈവേ കൂടെ 3 മണിക്കൂർ കൊണ്ട് എത്തും. എവിടെ? പൂനെയില്, ബോംബെയിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്തു അറിയോ, ഈ കാർ എടുത്തിട്ട്, ഞാനത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, എങ്ങനെയാണ് മാർക്കറ്റ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇവിടെ ഇവര് എന്ത് ചെയ്തു അറിയോ, ഈ കാറ് എടുത്തിട്ട് ഈ നാഷണൽ ഹൈവേയില് ഓടിക്കാൻ തുടങ്ങിയിട്ട് പൂനെയിലൊക്കെ പോയിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടൊക്കെ. ബോംബെ ടു പൂനെ ആൾവേസ് ഷട്ടിലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പൂനെന്ന് വന്നിട്ട് ബോംബെയിൽ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ട്രെയിനിൽ, അതേമാതിരി ഉണ്ട്. അപ്പൊ ഈ കാറാണെന്ന് വെച്ചാൽ 3 മണിക്കൂറേ വേണ്ടു. അങ്ങനെ പോകുന്ന സമയത്ത് കാറിന് തീ പിടിക്കാൻ തുടങ്ങി. എന്താ സംഭവം എന്ന് അറിയില്ല. ഓക്കെ, ഒരു കാറ് കത്തി, അത് കഴിഞ്ഞ് വേറൊരു കാറ് കത്താൻ തുടങ്ങി. അപ്പൊ എന്താ പറ്റി, പിന്നീടാണ് സംഗതി മനസ്സിലായത്. എക്സ്പ്രസ് ഹൈവേയില് ഓടിക്കണിച്ചാൽ, ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കണിച്ചാൽ അതിന്റെ ടയറ് അതനുസരിച്ചിട്ടുള്ളതായിരിക്കണം. മനസ്സിലായില്ലേ? ടയറ്. അപ്പൊ അത് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ എഞ്ചിനും അതേമാതിരി ടയറും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പാർക്ക് വരും, തീ കത്തും. ഉടനടി എന്താ ഇത് ആരോടും പറഞ്ഞില്ല അവര്, ടാറ്റ. ഇതാണ് കാരണം. അവർ കണ്ടുപിടി മിടുക്കന്മാർ, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. ഓക്കെ, അവർ മനസ്സിലായി ഇതാണ് സംഭവം. ഉടനടി അവരെന്താ ചെയ്തറിയോ, എത്ര വണ്ടി വിറ്റോ മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഫ്രീ ആയിട്ട് ഞങ്ങളിത് മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് ആരെല്ലാം മേടിച്ചിട്ട് എല്ലാം വർക്ക്ഷോപ്പിലേക്ക് സീക്രട്ട് ആയിട്ട് അവർ വെച്ചു. എന്നിട്ട് വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അതെല്ലാം റെക്ടിഫൈ ചെയ്തു. നൗ ഇറ്റ് ഈസ് റണ്ണിങ്, നോ പ്രോബ്ലം. Customers are satisfied, cheaper rate, best service, and by research they are, take the example of Maruti. How many brands they are having? That is through research only. Initially when Maruti was started, only Maruti 800 was there. എന്താ പറ്റിച്ചാ, മാരുതി 800 ആരും ശ്രദ്ധിച്ചില്ല. വണ്ടി ഓടിക്കാൻ തുടങ്ങി, പക്ഷേ നമ്മുടെ തലമുട്ടും. തലയിൽ തൊപ്പിയോ അല്ലെങ്കിൽ ടർബനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഇതിൽ മുട്ടും. അപ്പൊ നമുക്ക് ഡ്രൈവർക്ക് അത് ഈസി ആയിട്ട് നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, തലമുട്ടും. അതിനുശേഷമാണ് ന്യൂ ബ്രാൻഡ് വന്ന് ആൾട്ടോ, അങ്ങനെ പലതും കസ്റ്റമറുടെ നീഡ് അനുസരിച്ചിട്ട്. AC പണ്ട് AC ഉണ്ടായിരുന്നില്ല, പിന്നെ AC, ഡീസൽ, അത് പെട്രോള്, അങ്ങനെ സോ മെനി ബ്രാൻഡ്സ്. സോ ദാറ്റ് ഈസ് കാൾഡ് customer satisfaction. We have to do everything as per the needs of the customer. ഇപ്പൊ നോക്കൂ, നമ്മുടെ സെൽഫോൺ എടുക്കൂ, BSNL ആരെങ്കിലും വാങ്ങുന്നുണ്ടോ? വളരെ റെയർ അല്ലേ? കാരണം എന്താണ്? റീസൺ എന്താ? പ്രോംപ്റ്റ് സർവീസ് ഈസ് റിക്വയർഡ്. പ്രോംപ്റ്റ്, വെദർ ഇറ്റ് ഇസ് ഇന്റർനെറ്റ് ഓർ വാട്ട് എവർ ഇസ് ദർ. നമ്മുടെ BSNL ഗവൺമെന്റിന്റെയാണ്. അപ്പൊ അതിന് മുറക്കെ നടക്കൂ. പക്ഷേ അവരുടെ കോമ്പറ്റേറ്റർ ഉണ്ട്, വോഡോഫോൺ ആയിക്കോട്ടെ. അപ്പോൾ അതിനോടൊപ്പം പിടിച്ച് നിന്നിട്ടില്ലെങ്കിൽ കമ്പനി അടയ്ക്കേണ്ടി വരും. ഉദാഹരണം, കഴിഞ്ഞ കൊല്ലം 80,000 ആളെയാണ് VRS എടുത്ത് പറഞ്ഞയച്ചത് BSNL. അതിന്റെ പ്രധാന കാരണം മാർക്കറ്റിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനെ പല പ്രൊജക്റ്റും. അപ്പൊ ഇതിൽ എന്താ മനസ്സിലായത്? We have to, heavy competition is there in the market, everywhere, all sectors. അപ്പൊ അതിലൊക്കെ ഇനി one more example I am just telling you. ടെക്സ്റ്റൈൽ. ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ ടൈമിൽ അടക്കം നമ്മളെ അമ്പർ ചർക്ക, അതേമാതിരി ടെക്സ്റ്റൈൽസ് എല്ലാം നമ്മളെ പല നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ പല യൂണിറ്റ് ഉണ്ടായിരുന്നല്ലോ പലയിടത്തും. ഇന്നെല്ലാം അടച്ചല്ലോ. എല്ലാം തിരുപ്പൂർ, അഹമ്മദാബാദ്, ബോംബെ എല്ലാം അടച്ചു. വളരെ 1%, 2% എവിടേക്ക് തന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്താ കാരണം ഔട്ട്ഡേറ്റഡ് മെഷീനറി. അതിൻ്റെ ഇടയില് വിമൽ അംബാനി, ധീരുഭായ് അംബാനി, അതായത് ഇപ്പോഴത്തെ അംബാനിയുടെ മുകേഷ് അംബാനിയുടെ അച്ഛൻ, അയാളെ കൊണ്ടുവന്നു വിമൽ, പോളിസ്റ്ററും മറ്റേ അതും ഇതൊക്കെ. പിന്നെ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ നമ്മുടെ
കമ്പനികൾക്ക് പറ്റിയില്ല നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ. കാരണം അവരുടെ പുതിയ ടെക്നോളജി നമ്മുടെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജി, ആർക്കും വേണ്ടാത്ത ടെക്നോളജി. മനസ്സിലായില്ലേ? ഇനി ഇതാ ഉദാഹരണം ഉണ്ടല്ലോ, അപ്പൊ മാർക്കറ്റ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്നർത്ഥം. ഗവൺമെന്റ് ഹാസ് നോ പ്രൊവൈഡ് ദ സിറ്റിസൺ വിത്ത് എ ഫ്രണ്ട്ലി ദിസ് തിങ്. ഇനി കൂടുതൽ പറയണ്ടല്ലോ. ഓക്കെ, നൗ ഈ യൂണിറ്റില് നമ്മളെ പറയുന്നത് പല 2, 3 അതായത് കമ്മീഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് 3 റെഗുലേറ്ററി അതോറിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ബൂട്ട്? BOOT, ബൂട്ട്. ബൂട്ട് പറഞ്ഞാൽ ബിൽഡ്, ഓൺ, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ, മോഡൽ. മനസ്സിലായില്ലേ? ബിൽഡ്, ഓൺ, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ, മോഡൽ. നമ്മൾ പറയില്ലേ, പ്രധാനമന്ത്രി പറയല്ലേ, നമ്മുടെ സ്വയം ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആവണ എല്ലാ ഫീൽഡിലും പറഞ്ഞിട്ട് പല പദ്ധതികളുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മളെല്ലാ ഏരിയയിലും റിമെമ്പർ, ഇന്ത്യ വളരെ വളരെ ഡെവലപ്പിംഗ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആസ് റിഗാർഡ് ഡെവലപ്മെന്റ്. ഫാസ്റ്റ് ഡെവലപ്പിംഗ് എക്കോണമിയാണ് ഇന്ത്യയുടെ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ സെക്ടറും വികസിച്ചേ പറ്റൂ. ജനങ്ങളുടെ സഹകരണം, ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ എല്ലാം വിധത്തില്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്. Now, അടുത്ത് nature regulation. In order to ensure a level playing field and to safeguard public interest, the policymakers formalized, the incorporation of 3 types of regulation. Okay, 3 types of regulation. ഇതിനു മുമ്പേ പറയാനുള്ളത്, നമ്മൾ ലൈസൻസ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻഡസ്ട്രീസിന് പണ്ടൊക്കെ ലൈസൻസ് കൊടുക്കും, അതൊക്കെ കുറച്ച് ലിബറൽ ആക്കി. പല ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് വളരെ ടഫായിരുന്നു. പ്രൈവറ്റ് ഏജൻസിയെ നമ്മൾ എൻകറേജ് ചെയ്യണു. പബ്ലിക് സെക്ടർ നമ്മൾ പലതും പ്രൈവറ്റായി. പബ്ലിക് സെക്ടറിലും ഉണ്ട് കുറെ കമ്പനി, പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട് കമ്പനി. എല്ലാം ഗവൺമെന്റിന് കൊടുത്തില്ല, പലതും പ്രൈവറ്റ്. ലിബറലൈസേഷൻ ഓഫ് ടാക്സസ്. എന്താ അത്? പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടാക്സ് എക്സംഷൻ കൊടുക്കാൻ തുടങ്ങി. 4 കൊല്ലം 5 കൊല്ലം ടാക്സ് കൊടുക്കണ്ട. അതേമാതിരി പ്രൊവിഡന്റ് ഫണ്ടിന്റെ റെമിറ്റൻസ്, ഇതൊക്കെ പല റിബേറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇൻഡസ്ട്രിസ്റ്റ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഫോറിന്നൊക്കെ വന്നിട്ട്. അപ്പൊ അങ്ങനെ ലിബറൽ ഇതായി. PPP മോഡൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പേ. അതായത് എല്ലാ പബ്ലിക്കും പ്രൈവറ്റും ഉള്ള ഗവൺമെന്റിനുള്ള പാർട്ടിസിപ്പേഷൻ. ഇനി ടാക്സ് ഹോളിഡേസ്. ടാക്സ് ഹോളിഡേ പറഞ്ഞാൽ കുറച്ച് കാലത്തിന് ടാക്സ് അടയ്ക്കണ്ട. ഇൻകം ടാക്സോ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ടാക്സോ, സെയിൽസ് ടാക്സ് ഒക്കെ ഇല്ലേ? ഇൻകം ടാക്സ് അല്ല, സെയിൽസ് ടാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത്ര കൊല്ലത്തിന് സ്റ്റേറ്റിന് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പല എക്സംഷൻ കൊടുക്കും. കാരണം പുതിയ ഇൻഡസ്ട്രി വരാൻ വേണ്ടിയിട്ട്. കാരണം ഇൻഡസ്ട്രി വന്നാലേ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഇൻ ഓർഡർ ടു എൻഷുർ എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ആൻഡ് ടു സേഫ് ഗാർഡ് പബ്ലിക് ഇൻട്രസ്റ്റ്, ദി പോളിസി മേക്കേഴ്സ് ഫോർമലൈസ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് 3 types of എക്കണോമിക് റെഗുലേഷൻ. എക്കണോമിക് റെഗുലേഷൻ എന്ന് വെച്ചാൽ റെഗുലേറ്റിംഗ് എക്കണോമിക് ഓർ മാർക്കറ്റ്. ഓക്കെ, ഫെയിലിയർ. ചില സമയത്ത് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ അതേമാതിരി മാർക്കറ്റിൽ എന്തെങ്കിലും തെറ്റായ പ്രവണത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഓക്കെ, ഡിസ്റ്റോർട്ടിങ് ബിഹേവിയർ, ഇപ്പൊ അതായത് ബിസിനസ്മാന്റെ ബിഹേവിയർ പ്രോപ്പർ അല്ല, മറ്റുള്ളവരെ ലൂട്ട് ചെയ്യുക, അതൊക്കെ കൺട്രോൾ ചെയ്യണം. അതിനാണ് റെഗുലേഷൻ, എക്കണോമിക് റെഗുലേഷൻ. ഓക്കെ, അത് മാത്രമല്ല, ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് അതോറിറ്റിന്റെ ആക്ട് 1992, അതായത് ഫോറിൻ ട്രേഡ് ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് 1952 ഉണ്ട്. ഡയറക്ടർ ജനറൽ ഉണ്ട്. എക്സ്പോർട്ട് ലൈസൻസ് വേണം, കോഡുണ്ട്. ഇമ്പോർട്ട് ലൈസൻസിന് കോഡുണ്ട്. പിന്നെ മോണോപോളി പാടില്ല. ഞാൻ മാത്രമാണ് ഈ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയരുത്. വി ആർ നമ്പർ 1 അല്ലെങ്കിൽ വി ആർ ദ ബെസ്റ്റ് എന്ന് ഒരിക്കലും പറയരുത്. അത് നിങ്ങളല്ല പറയാൻ, അത് കസ്റ്റമറെ പറയാൻ. ചിലപ്പോ അഡ്വർടൈസ്മെന്റ് ആണ്, വി ആർ നമ്പർ 1 ഇൻ ദ കൺട്രി. ഹൗ കാൻ യു സേ? നമ്പർ 1 നാളെ 10ാം സ്ഥാനമായിരിക്കും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ജസ്റ്റ് 3-4 days ബാക്ക് മുകേഷ് അംബാനി, കേട്ടോളൂ എങ്ങനെ ലോകം മാറുന്നെന്ന്. മുകേഷ് അംബാനി ഇന്ത്യയിലത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആണ്. മുകേഷ് അംബാനി പെട്ടെന്ന് കണ്ട് പിറ്റേ ദിവസം അഡാണി. മുകേഷ് അംബാനി കുറെ ലെവലിലേക്ക് പോയി അങ്ങോട്ട്. അപ്പോ അയാളുടെ സ്ഥാനം ഇപ്പോ അഡാണി എടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ ഫീൽഡിലും മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ശാശ്വതമല്ല ഒന്നും. ഇന്ന് കാണുന്നതെല്ലാം നാളെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ അപ്പോൾ ഫോറിൻ ട്രേഡ് എക്സ്പോർട്ടർ, അതിന് കോഡ്, ഫോറിൻ ട്രേഡ് ചെയ്യാൻ നമ്മുടെ WTO അപ്രൂവൽ വേണം. എക്സ്പോർട്ട് ചെയ്യാൻ കോഡുണ്ട്, ഡയറക്ടർ ജനറൽ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. മോണോപോളി പാടില്ല. മോണോപോളി പറയാൻ ഒരാൾ മാത്രം ഉണ്ടാക്കാൻ പാടൂ. അതാണ് ഞാൻ പറഞ്ഞത്. ITI, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, BSNL, ഇതൊക്കെ അവർ മാത്രം ചെയ്തു തരുന്നതാണ്. ഇപ്പൊ അത് സ്ട്രേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ. എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ അവർ മുഖാന്തരം പാടുപണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ആരൊക്കെ പണിതാലും ഇമ്പോർട്ട്.
മനസ്സിലായോ? അതൊക്കെയാണ് ഇത്. അപ്പോൾ ഇങ്ങനെ പല ലോസ് ഉണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം, കോമ്പറ്റീഷൻ വളരെ ഡൈനാമിക് ആയിട്ടുണ്ട് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ. ഒരു കാര്യം ഒന്നും കൂടി പറയണം, നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്യുമ്പോൾ അവരെ അവഹേളിക്കാനോ അവര് തരം താത്താനോ നിങ്ങളൊരു യാതൊരു പബ്ലിസിറ്റിയും ചെയ്യരുത്. അതായത് കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കരുത്. ദിയർ പ്രോഡക്റ്റ് അങ്ങനെയില്ല, തിരിച്ചു വന്നു, അങ്ങനെയൊന്നും പറയരുത്. കാരണം അവർക്ക് കോടതി പോകും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ, നിങ്ങളും വല്ലൊരു നിങ്ങളുടെ മറ്റുള്ളവരെ വളരാൻ അനുവദിക്കൂ. അങ്ങനെയായിരിക്കണം നമ്മുടെ തത്വം. ദെൻ റെഗുലേറ്ററി കമ്മീഷൻസ് ഇൻ ഇന്ത്യ. ഇനി ഇവിടെ പറയാനുള്ളത് with the yes, coming of liberalization, privatization and globalization ഇന്ത്യയില് ഒക്കെ ന്യൂ എക്കണോമിക് പോളിസി അറിയാലോ. മൻമോഹൻ സിംഗും PV നരസിംഹറാവു വന്ന സമയത്ത് ആ സ്ഥിതി നമ്മുടെ ഇന്ത്യയുടെ പരിതാപകരമായിരുന്നു കുറച്ചു കാലം. പക്ഷെ അത് നമ്മളൊന്ന് ബിക്കോസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതേമാതിരി ലിബറലൈസേഷൻ കൊണ്ടാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പിന്നെ ഇന്റർനാഷണൽ ആൻഡ് മൾട്ടിനാഷണൽ അതെ പബ്ലിക് സെക്ടേഴ്സ്, ടെലികോം, അതേമാതിരി അങ്ങനെ പല പല പുതിയ പെൻഷൻ, ഫുഡ്, കൺസ്ട്രക്ഷൻ, ഹൈവേസ്, ടോള്, റോഡ്സ്, സച്ച് അതേഴ്സ്. പിന്നെ അതേമാതിരി നോക്കൂ, so many things were opened for investment. എല്ലാവരോടും ഫോറിനിലത്തെ ആളുകളോട് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലൈസൻസ് ലിബറലൈസ് ആയി. അങ്ങനെ പല പല റെഗുലേഷൻസും നമ്മൾ ലിബറലൈസ് ചെയ്തു. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ മോർ തിങ്, എൻവയോൺമെന്റൽ റെഗുലേഷൻ. അതായത് റെഗുലേഷൻസ്, അതായത് നമ്മൾ എന്താ എൻവയോൺമെന്റല്, വെള്ളം അഗ്രികൾച്ചറിന് വെള്ളം വേണ്ടേ? അപ്പൊ അതില്ലാത്തടത്ത് വെള്ളം കൊടുക്കണ്ടേ? ഫ്രീ പവർ, ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടേ? സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ ഫ്രീ, കുട്ടികൾക്ക് സ്കൂളില്ലാത്തടത്ത് സ്കൂൾ കൊടുക്കണ്ടേ? ഫ്രീ ഹെൽത്ത് കൊടുക്കണ്ടേ? അപ്പൊ ഇതിനൊക്കെ നമ്മളെ എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ഓരോരോ നല്ല ഹെൽത്തി എൻവയോൺമെന്റും ക്രിയേറ്റ് ചെയ്യണം. ഇനി റെഗുലേറ്ററി കമ്മീഷൻ ഇൻ ഇന്ത്യ. റെഗുലേറ്ററി കൺസെപ്റ്റ് ഞാൻ ആൾറെഡി പറഞ്ഞു. കാരണം നമ്മുടെ ലിബറലൈസേഷൻ ഒക്കെ റെഗുലേറ്ററി കമ്മീഷൻ വേർ സെറ്റപ്പ് with the underlying objective. ഒന്ന്, സേഫ് ഗാർഡ് ദ കൺസ്യൂമർ ഇൻട്രസ്റ്റ്. ഏറ്റവും പ്രധാനം, സെറ്റപ്പ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, സെക്യൂർഡ് ക്വാളിറ്റി വേണം, റിലയബിൾ ഫെസിലിറ്റി വേണം, അഫോർഡബിൾ പ്രൈസ്, വാങ്ങാൻ നമുക്ക് സാധിക്കണം, അല്ലാണ്ട് വല്ലാണ്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങാൻ പറ്റട്ടെ. അറൈവ് അറ്റ് നെഗോഷിയേഷൻ, മ്യൂച്വൽ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തുള്ള പ്രൈസ്. കോൺഫ്ലിക്റ്റ് പാടില്ല. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയ റിജക്റ്റഡ് ക്വാളിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്ത് നല്ല ക്വാളിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള പരിഹാര ഇത് വേണം, മെക്കാനിസം. ഓക്കെ, എമംഗ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? വാങ്ങുന്നവരും കൊടുക്കുന്നവരും അനുഭവിക്കുന്നവരും. ഓക്കെ, പിന്നെ കോമ്പറ്റീഷൻ, ഫോസ്റ്റർ കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് മെച്ചമുള്ളൂ. കാരണം കോമ്പറ്റീഷൻ കൊണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ സബ്സിഡി. വളരെ പണ്ട് 10,000 രൂപ ഉണ്ടായിരുന്നു, ഇപ്പൊ 4,000 രൂപയ്ക്കാണ്. ഇൻഡക്ഷൻ കുക്കർ നോക്കൂ, പണ്ട് 4,000 5,000 രൂപ വാങ്ങിയത് ഇപ്പൊ 1,000 1,200 രൂപയ്ക്കാണ്. നോക്കൂ, പ്ലൂറാലിറ്റി ഇൻവെസ്റ്റ്മെന്റ് പലയിടത്തും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അറിയാവുന്നതാണ്. പലയിടത്തും ഇൻവെസ്റ്റ്മെന്റ്. ദെൻ സ്ട്രൈക്ക് ഈക്വാലിറ്റി ഇൻ മീറ്റിംഗ് ദ സോഷ്യൽ വെൽഫെയർ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഓൺ വയബിലിറ്റി ഓഫ് ഫണ്ട്. അപ്പൊ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഹെൽത്തി എൻവയോൺമെന്റ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഗുഡ് ഹെൽത്ത് ഓഫ് ദ സോയിൽ, മണ്ണ് നമ്മുടെ നല്ല ഹെൽത്തി ഇതായിരിക്കണം. അവിടെയാണ് നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പറ്റൂ. മനസ്സിലായി? ഹെൽത്തി സോയില്. അപ്പോൾ അതേമാതിരി ഫോറസ്റ്റ്, അഫോറസ്റ്റേഷൻ ആണ് വേണ്ടത്, ഡിഫോറസ്റ്റേഷൻ അല്ല. പിന്നെ അത് കഴിഞ്ഞ് മിനറൽ റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ് എല്ലാം വേണം. മിനറൽ എല്ലാം നമ്മുടെ ഈസ്റ്റേൺ ബെൽറ്റ്, സെൻട്രൽ ബെൽറ്റ് ആണ് ഇന്ത്യയുടെ. അപ്പൊ അതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യണം. ഒരു കാര്യം, മിനറൽസ് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് സെൻട്രൽ ഇന്ത്യ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യയാണ്. അപ്പോൾ ഈസ്റ്റേൺ പാർട്സ് ഓഫ് ദ കൺട്രിയാണ്. പക്ഷെ അത് കുത്തി കുഴിച്ച് എടുത്തിട്ട് ഒന്നും ബാക്കിയില്ല. ഇപ്പോ ഉദാഹരണം കോളാർ, ഗോൾഡ് മൈൻസ് ഇൻ കർണാടക. അത് ആ കിണർ കുത്തി കുഴിച്ച് അതിൽ സ്വർണ്ണമൊന്നുമില്ല, അത് മൂടാൻ തുടങ്ങി. മനസ്സിലല്ലേ? അപ്പൊ നമ്മൾ എന്താ ഓർക്കണ്ട വെച്ചാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിയിൽ പാതാളത്തിൽ പോയിട്ട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മിക്കണം, അടുത്ത ജനറേഷന് വെള്ളം വേണം. ഇപ്പൊ കിണറെല്ലാം ഇടിഞ്ഞ് കീഴ്പെട്ടെന്നെ വീഴാൻ തുടങ്ങി, ഇല്ലേ? അപ്പൊ ഭൂമിക്ക് ബലമില്ല. ഒന്ന് കുഴിച്ച് താഴത്തുനിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങി, അടിയിൽ നിന്ന് പാതാളത്തുനിന്ന്. അപ്പൊ നമ്മളൊന്നും ആലോചിക്കണം, നമ്മുടെ കാര്യം സാധിക്കണം. പക്ഷേ ആൾവേസ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ.
ഓക്കെ. അപ്പോൾ ഗുഡ് ഹെൽത്ത്, സോയിൽ, മിനറൽസ്, അതേമാതിരി ഇതൊക്കെ പ്രിസർവ് ചെയ്യണം. വാട്ടർ റിസോഴ്സസ്, മൗണ്ടൻസ്, ഇതൊക്കെ പ്രിസർവ് ചെയ്യണം. ഇതെല്ലാം അത്യാവശ്യമാണ് പ്രകൃതിക്ക്. ഇതെല്ലാം അത്യാവശ്യമാണ്. കാടുകളില്ലെങ്കിൽ, മരങ്ങളില്ലെങ്കിൽ മഴ ഉണ്ടാവില്ല, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. അതേമാതിരി മൗണ്ടൻസ് വേണം. അതാണ് തടഞ്ഞു നിർത്തുന്ന പലതും. നമ്മുടെ എർത്തുക്കേക്കും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളും തടഞ്ഞു. അപ്പൊ ഇതൊക്കെ അത്യാവശ്യമാണ്. ഫ്ലോറ, നമ്മുടെ ഇത് ഗ്രീനറി, മറ്റേ ചെടികളും മറ്റ് സസ്യ ഇതും, അതേമാതിരി ഹെൽത്തി യുനോ മദർ എർത്ത്, നമ്മുടെ ഭൂമി മദറാണ്. നമ്മുടെ എല്ലാം തരുന്നത് നമ്മുടെ ഭൂമിയാണല്ലോ. അപ്പൊ അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഓക്കെ. നെക്സ്റ്റ് 12A, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി, ടെലിഫോൺ. The new economic policy 1991 making inroads, national telecom policy. അതായത് പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ പോളിസി. നമ്മുടെ ഒരു മിനിസ്ട്രി ഉണ്ട്, മിനിസ്ട്രി ഓഫ് ടെലികോം ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞൊരു മന്ത്രാലയമുണ്ട്. ഡൽഹിയിലാണ്, ലോധി റോഡിലാണ്. അവിടെ പിന്നെ ഓഫ് കോഴ്സ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആണത്. അപ്പോൾ നമ്മൾ ടെലികോം ഇതുണ്ട് അവിടെ. ആ ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നവരാണ്, ലൈസൻസും എല്ലാം കൊടുക്കുന്നവരാണ്, ടാരിഫ് കൺട്രോൾ ചെയ്യുന്നവരാണ്. 1994 സെറ്റപ്പ് ചെയ്തത്. eventually led to the setting up Telecom Regulatory TRAI, Telecom Regulatory Authority. അതായത് ഇവരാണ് ഒരു കാളിന് എത്ര പൈസ വേണം, സമയം, ഫ്രീ, എത്ര കാള്, ഇന്റർനാഷണൽ കാള്, ഇതെല്ലാം നിശ്ചയിക്കുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി. ഇതിൽ നിന്ന് മീതെ ഒരു പൈസ ഒരു കമ്പനിക്കും ചാർജ് ചെയ്യാനുള്ള അധികാരമില്ല. BSNL ആയിക്കോട്ടെ, വോഡാഫോൺ ആയിക്കോട്ടെ, എല്ലാ കമ്പനികൾക്കും അവർ പറഞ്ഞ റേറ്റിലാണ് പാടൂ. ഓക്കെ. പിന്നെ ആ റേറ്റ് ഫിക്സ് ചെയ്യാൻ പാടും. നോ, ദിസ് വാസ് പ്രൈമർലി ഡൺ ടു മാർക്ക് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ്. ഇതിലെ ഗവൺമെന്റിന്റെ പ്രൈവറ്റിന്റെ, BSNL ഗവൺമെന്റിന്റെയാണ്, പ്രൈവറ്റ് പറഞ്ഞല്ലോ ഓൾറെഡി ഏതൊക്കെയാണെന്ന്. പിന്നെ വോഡാഫോണ്, ഐഡിയ, മറ്റേ പല 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 കമ്പനി, എയർടെൽ, മറ്റേതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രൈവറ്റ്. ഗവൺമെന്റിന്റെ BSNL. നോ, ഫോർമേഷൻ ഓഫ് BSNL ടു പ്ലേ വിത്ത് ഇന്റർനെറ്റ് ഗെറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. പണ്ട് BSNL എന്തായിരുന്നു അറിയോ? ട്രങ്കുകളായിരുന്നു. അതായത് പിന്നെ ഐ വാസ് ഇൻ ഡൽഹി, 3 ദിവസം 4 ദിവസം മുമ്പേ ബുക്ക് ചെയ്താലാണ് കോള് മെച്ചർ ചെയ്യൂ. പക്ഷെ ഇപ്പോ അതെല്ലാം ഇന്റർനെറ്റും എല്ലാം വന്നപ്പോൾ വളരെ വളരെ ഇവർക്ക് പിടിച്ചു നിൽക്കണം വെച്ചാൽ എല്ലാ സർവീസ് ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്കറിയാമോ? അതായത് BSNL ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത്. ഐ അറ്റൻഡ് മെനി ഇവൻ ഐ വാസ് ഇൻ ബോംബെ. നമ്മുടെ ടെലിഫോൺ വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ചെയ്താൽ അവർ ഡേറ്റ് ചെയ്ത് ആ ദിവസം 3 മണിക്ക് അല്ലെങ്കിൽ 3:15 പൊക്കോളണം. 3:15 16 പോയിട്ടുണ്ടെങ്കിൽ അത് വേറൊരാളുടെ ഇടുക്കും കംപ്ലൈന്റ്. അങ്ങനെ ലൈനിൽ നിന്നിട്ടായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നത്. ഇന്ന് എന്താ സ്ഥിതി? അപ്പൊ ഇനി ഒരു ഉദാഹരണം കൂടി പറയൂ. ഞാൻ when I was in Bombay, one more example I am just telling you. Many decades ago, ബജാജ് സ്കൂട്ടർ, അത് 20 കൊല്ലമാണ് വെയിറ്റ് ലിസ്റ്റ്. 20 years ഒരു സ്കൂട്ടർ കിട്ടാൻ. ഇന്ന് ബുക്ക് ചെയ്താൽ 20 കൊല്ലം കഴിഞ്ഞിട്ട്. എന്താ ഇന്നത്തെ സ്ഥിതി? നിങ്ങളെ ഒരു ടെലിഫോൺ കറക്കിയാൽ ആ ടെലിഫോൺ അവിടെ വയ്ക്കുമ്പോഴേക്ക് പുതിയ പ്രോഡക്റ്റ് കൊണ്ട് വീട്ടിൽ വന്നു. അതാണ് ഇന്നത്തെ മാർക്കറ്റ്. മനസ്സിലായോ? പണ്ട് 20 കൊല്ലം വെയിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 15 കൊല്ലം വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് 5 മിനിറ്റിനുണ്ട് സാധനം വീട്ടിൽ വരും. ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, യു നോ വെരി വെൽ, നോ എക്സ്പ്ലനേഷൻ ഇസ് റിക്വയർഡ്. എന്ത് തന്നെ ആയിക്കോട്ടെ, കാറ് അല്ലെങ്കിൽ ഓക്കെ, ഒന്ന് ടെലിഫോൺ ചെയ്താൽ മതി, സാധനം എടുത്തും അല്ലേ? അത്രത്തോളം മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാ പ്രൊഡക്റ്റിലും. ഇപ്പൊ നിങ്ങളെ പാൻഡമിക് പീരിയഡിലെ കോവിഡ് എല്ലാം ഓൺലൈൻ ഇതായിരുന്നില്ലേ? ഹോം ഡെലിവറി ആയിരുന്നില്ല കംപ്ലീറ്റ്. ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചോ? ഇല്ലല്ലോ. എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തില്ല. എല്ലാ കാര്യവും, മെഡിസിൻ ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, ഇല്ലേ? അതൊക്കെയാണ് മാർക്കറ്റ്. അപ്പൊ ഇതൊക്കെയാണ് പുതിയ പുതിയ മോഡേൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോ ഓർക്കണം, ഇവിടെ കോവിഡ് ടൈമില് കണ്ടമാനം പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനികളുണ്ട്. ഈവൻ പാരസെറ്റമോൾ ചെറിയ ഒരു എത്ര 2 രൂപയ്ക്കാ എന്തായാലും വില. അത് അവരുടെ 350 കോടി 400 കോടിയൊക്കെയാണ് മാസം അവർ സെയിലിട്ടായിരുന്നത് പാരസെറ്റമോൾ. മനസ്സിലായില്ലേ? അപ്പൊ അതില് കാജുണ്ടാക്കിയവരും പലരും. അപ്പൊ മാർക്കറ്റ് പല വിധത്തിലാണ് പോണ പോക്ക്. അപ്പൊ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ കോവിഡ് ടൈമിൽ പ്രോഫിറ്റ് മേക്ക് എത്രയോ നമ്മുടെ വാട്ട് IT കമ്പനി ദേ മെയ്ഡ് മോർ പ്രോഫിറ്റ് ഡ്യൂറിങ്. കാരണം വീട്ടിലിരുന്നിട്ടാണ് പണിയെടുക്കുന്നത് ആളുകൾ. അപ്പൊ കൂടുതൽ പണിയെടുക്കും. മനസ്സിലായില്ലേ? ദിസ് വാസ് പ്രൈമറിലി ഡൺ ഇൻ ദ മാർക്കറ്റ് ലെവൽ ഫോർ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ടെലികോം കമ്പനി. ഇത് പറയേണ്ട ആവശ്യമില്ല. BSNLന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഓർഗനൈസേഷൻ സെറ്റപ്പ്.
പിന്നെ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. യെസ്, റെഗുലേറ്ററി. ഓക്കെ, ഒരു മിനിറ്റ്. അതിനു മുമ്പേ ഫോർമേഷൻ ഓഫ് BSNL ഓക്കെ ഞാൻ പറഞ്ഞു. ഇനി ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ TRI AI lays down the Telecom Regulatory Authority of India lays down the terms and conditions that are required to be service. നമ്മുടെ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എങ്ങനെ അഡ്ഹിയർ ചെയ്യണം, സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം പറഞ്ഞിട്ടൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഓർഗനൈസേഷൻ സെറ്റപ്പ് TRI AI. അതിൽ എങ്ങനെയാണ്? ഒരു ചെയർമാൻ ഉണ്ട് ഈ കമ്മിറ്റിയിൽ, 2 ഫുൾ ടൈം ഡയറക്ടർ ഉണ്ട്, 2 പാർട്ട് ടൈം ഡയറക്ടർ ഉണ്ട്, 1, 2, 3, 2, 5. ഇവരുടെ കാലാവധി 3 കൊല്ലം. അതായത് ഒരു ചെയർമാൻ, 2 ഡയറക്ടർ, 2 പാർട്ട് ടൈം ഡയറക്ടർ ഉണ്ട്. 3 കൊല്ലാണ് ഇവരുടെ കാലാവധി, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. പിന്നെ വിച്ച് വരീസ് ഏർലിയർ. സെക്രട്ടേറിയറ്റ് അതിന്റെ ഹെഡ് സെക്രട്ടറിയാണ്. 10 ഡിവിഷൻസ് ഉണ്ട്, 10 ഡിവിഷൻ ഉണ്ട്. അതേതൊക്കെയാണ്? 1 ഫിക്സഡ് നെറ്റ്വർക്ക്, 2 മൊബൈൽ നെറ്റ്വർക്ക്, 3 കൺവേർജന്റ് ഒത്തുചേർന്ന നെറ്റ്വർക്ക്, എക്കണോമിക് ഡിവിഷൻ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഫൈനാൻഷ്യൽ അനാലിസിസ്, അഡ്മിനിസ്ട്രേഷൻ, പേഴ്സണൽ വായിച്ചാൽ മതി, ക്വാളിറ്റി സർവീസ്, ലീഗൽ നിയമപരമായിട്ടുള്ള ഡിവിഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അനവധി കംപ്ലൈന്റ് ഉണ്ടോ കോടതിയിൽ പോകും ചിലവര്, അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ ആള് ഡിവിഷൻ വേണ്ടേ? എത്ര ഇന്ത്യയിൽ മുഴുവനല്ലേ ഇത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസ്, കേബിള്. പിന്നെ റെഗുലേറ്ററി എൻഫോഴ്സ്മെന്റ്, അതായത് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ട് ട്രാൻസിസ്റ്ററിന് ലൈസൻസ് വേണമായിരുന്നു, പണ്ട് ട്രാൻസിസ്റ്ററും റേഡിയോനൊക്കെ ലൈസൻസ്. അപ്പൊ അതൊക്കെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ? ഇപ്പില്ല, അതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതുണ്ട്. പിന്നെ അടുത്ത ആക്ടിവിറ്റി ക്വാളിറ്റി ഓഫ് സർവീസ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും സപ്ലൈ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ് പറഞ്ഞ സെക്ഷൻ 11B5 ഓഫ് TRA പോളിസി സ്റ്റിപ്പുലേറ്റ് ദാറ്റ് സർട്ടൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഹാവ് ടു ബി. ചില ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അതേമാതിരി ഇടയ്ക്ക് ഈ പീരിയോഡിക്കലായിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ വന്നിട്ട് സപ്ലൈ ഗ്യാസ് ഏജൻസി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, ലീക്ക് ഉണ്ടോ അതൊക്കെ. അതേ പ്രകാരം നമ്മൾ കസ്റ്റമർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം, നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. യെസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൺസ്യൂമർ ആരാണെന്ന് വെച്ചാൽ അവരെയും പ്രൊട്ടക്ട് ചെയ്യണം. സോ അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഇത് ചെയ്യണം, പെട്ടെന്ന് സോൾവ് ചെയ്യണം. അതിന്റെ അവയർനെസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് എങ്ങനെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മുടെ പൈപ്പിൽ ഗ്യാസ് വരുന്നുണ്ട്, അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ ഗുണം എന്താണ്, റേറ്റ് എത്ര റിബേറ്റ് ഉണ്ട്, അതൊക്കെ. ഓക്കെ, അടുത്തത് ടാരിഫ് റെഗുലേഷൻ. എന്താ ടാരിഫ് റെഗുലേഷൻ പറഞ്ഞാൽ? നിങ്ങൾക്ക് നിങ്ങളുടേതായ വിധത്തിലുള്ള ടാരിഫ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് വിൽ ഫിക്സ്, ദിസ് ബോർഡ് വിൽ ഫിക്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, ടെലിഫോണിന്റെ ഒരു കാളിന് എത്ര രൂപ, ഒരു കാളിന് 1 രൂപയാണ് വിചാരിക്കുക. നിങ്ങൾക്ക് 1 രൂപ 10 പൈസ എടുക്കാനുള്ള അധികാരമില്ല ഗവൺമെന്റ്. നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പറയുന്നത്. കംപ്ലൈന്റ് ചെയ്യാം അവിടെ, അതിനുള്ള ഇതുണ്ട്, ഗ്രീവൻസ് എല്ലാം ഉണ്ട്. പിന്നെ അടുത്തത്, അപ്പോ ഈ TRA ടാരിഫ് റെഗുലേഷൻ അതോറിറ്റി മേക്സ് മാൻഡറ്ററി ഫോർ സർവീസ് പ്രൊവൈഡ് ടു റിപ്പോർട്ട് their respective tariff. അവരുടെ ടാരിഫ് പറയണം. നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഇപ്പൊ നമ്മള് കേബിൾ TV എന്തെങ്കിലും എടുക്കാൻ പോകണം, അവിടെ കാണാമല്ലോ, അവിടെ ഓരോ ഇത്ര മാസത്തിന് ഇത്ര, 1 കൊല്ലത്തിന് ഇത്ര, ഡിസ്കൗണ്ട് ഇത്ര. അതേമാതിരി നിങ്ങൾ ടെലിഫോൺ കണക്ഷൻ എടുക്കുമ്പോൾ ഇത്ര, എല്ലാം ടാരിഫ് ഉണ്ട്. നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയാലോ ടാരിഫ്. അതിൽ 1 പൈസ അവർക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഫൈനൽ. Then universal service obligation for achieving one of the objectives of the new telecom policy in 1999. 1999 പുതിയ ടെലികോം പോളിസി വന്നത്. അപ്പോൾ pertaining to the universalization of ലോകത്തിലാകമാൻ. ഇപ്പൊ ലോകം വളരെ സ്മാളാണ്. നോക്കൂ, അമേരിക്കയ്ക്ക് ലണ്ടനിൽ ഇന്നലെ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഐ എം ജസ്റ്റ് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നപ്പോ നമ്മള് ഐ വാസ് ടേക്കിംഗ് ദി മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഒരു ഡൗട്ട് ചോദിച്ചു. എന്റെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല, ഡിഗ്രി ഇതിൽ സർട്ടിഫിക്കറ്റില് അപ്ഡേറ്റ് ചെയ്തില്ല, എന്താ ചെയ്യേ സാറേ എന്ന് ചോദിച്ചോ. നോക്കൂ, ഉദാഹരണം നോക്കുള്ളൂ. അപ്പൊ ഞാന് വേഗം കുട്ടിയോടെ വെറുതെ ഇനി വാട്സപ്പിലെ കണ്ട പറഞ്ഞ് ഞാൻ ടെലിഫോൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. അങ്ങനെ വാട്സപ്പിൽ കൈയൊന്ന് ഫിക്സ് ചെയ്തിട്ട് ആ കുട്ടിയോട് ഓറലായിട്ട് പറയാം, എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്, എന്താ ഞാൻ പറഞ്ഞു തരാം. ഓറലായി ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷീ വാസ് ഇൻ ലണ്ടൻ. മനസ്സിലായോ? ലണ്ടനില് ആ കുട്ടി അവിടെയാണ്.
നോക്കൂ, എന്താ കമ്മ്യൂണിക്കേഷൻ എത്രയാണ്, ലോകം എത്ര ചെറുതായി പോയി എന്ന് നോക്കൂ. അതിപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പണ്ടൊക്കെ ട്രങ്ക് ബുക്ക് ചെയ്യണം. ഇപ്പൊ നമ്മളെ ടെലിഫോൺ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഈ കുട്ടിക്ക്, ഞാൻ വിചാരിച്ചപ്പോൾ എവിടെയെങ്കിലും ആയിരിക്കുന്നത്, ടെലിഫോൺ ചെയ്യുമ്പോൾ ഷീ വാസ് ഇൻ ലണ്ടൻ ആൻഡ് ഷീ സ്റ്റഡിങ് സംതിങ്, മാസ്റ്റർ ഡിഗ്രി ഇൻ സം അതർ കോഴ്സസ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ, അപ്പൊ എത്ര ഇതെന്ന് എന്താ മനസ്സിലാവുന്നത്, എത്രത്തോളം നമ്മുടെ വികസിച്ചു കഴിഞ്ഞു. ടെലികോം റെവല്യൂഷൻ വളരെയധികം നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ, മനസ്സിലായില്ലേ? അപ്പൊ പലവിധം അതാണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ. അപ്പോ നമ്മുടെ പോളിസി, ടെലികോം സർവീസ് അതോറിറ്റി, അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു. യൂണിവേഴ്സൽ, പിന്നെ ലെവി ഓഫ് ഓപ്പറേഷൻ വിച്ച് വുഡ് ബി സെർട്ടൻ പെർസെന്റ്, പിന്നെ അതുമാതിരി ഈ ഓരോരോ സർവീസ് പ്രൊവൈഡറും ഗവൺമെന്റിന് ചില കൊല്ലത്തില് ടാക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് യൂണിറ്റ് 12B, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. പെൻഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ in the year of ശ്രദ്ധിക്കണേ, PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. നിങ്ങൾക്കറിയാലോ, സെൻട്രൽ ഗവൺമെന്റിലും സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെ പെൻഷൻ ഇല്ലേ? എന്താണ് നോക്ക് പെൻഷന്റെ ഗുണം. അതായത് നമ്മളെ 58 വയസ്സോ അല്ലെങ്കിൽ 56 വയസ്സോ 60 വയസ്സോ ആകുമ്പോൾ നമ്മൾ ഈ ഗ്രാറ്റുവിറ്റി കിട്ടണം, അതെല്ലാം കിട്ടുമ്പോൾ അതെല്ലാം നമ്മൾ പെൻഷനിലേ വിചാരിക്കുക. അത് കിട്ടുന്ന പൈസ മുഴുവൻ ചിലപ്പോൾ അതിന് കഴിഞ്ഞിട്ട് മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ചിലവാക്കാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷേ ഈ 58 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് 98, 90 അല്ലെങ്കിൽ 80 വരെ ഉണ്ട്. അപ്പൊ അതുവരെ ഇങ്ങനെ ജീവിക്കുക. അപ്പോ ചിലപ്പോൾ മക്കളെ നോക്കിയെന്ന് വരില്ലല്ലോ. അതിനാണ് പെൻഷൻ ഫണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് നിങ്ങളുടെ റിലീഫ്. കാരണം കിട്ടുന്ന, നിങ്ങളെ 58 വയസ്സ് വരെ 60 വയസ്സ് വരെ ജോലി ചെയ്തത് അതൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം പോവും. കാരണം ലക്ഷക്കണക്കിലാണ് വരുന്ന പൈസ ചെലവ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലേ. അപ്പൊ നിങ്ങൾ എങ്ങനെ ജീവിക്കുക? റിമൈനിങ് 30 years, 60 വയസ്സാണോ വിചാരിക്കുക, അല്ലെങ്കിൽ 20 കൊല്ലം എങ്ങനെ ജീവിക്കും പൈസ ഇല്ലാണ്ട്? ഓക്കെ, അപ്പൊ അതിനാണ് ഈ പെൻഷൻ. സോ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1999 ഇനീഷ്യേറ്റഡ് ഒരു പ്രൊജക്ട് ഒയാസിസ്, ഓൾഡ് ഏജ് സോഷ്യൽ ഇൻകം. Okay, social income security, old age social and income security, making provisions, okay, for the senior citizen. 60 വയസ്സിൽ മീതിയുള്ള ആളുകൾക്ക്, മനസ്സിലായി, ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ജീവിതം നല്ലതാകാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ഓരോന്ന് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന് വേണം, എല്ലാവർക്കും. ഇത് പ്രൈവറ്റിനും വേണം. ശരിക്കും പ്രൈവറ്റ് എംപ്ലോയീസിനൊക്കെ വേണം, അവർക്കൊക്കെ ജീവിക്കാനുള്ള അവകാശമില്ലേ. അപ്പൊ നാഷണൽ പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2004 നാഷണൽ പെൻഷൻ സ്കീം 2004. അപ്പോ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് വാസ് പാസ്ഡ് ഓൺ September 19, 2013 that took over the interim pension regulatory fund authority and it got notified on February 1, 2014. മനസ്സിലായില്ലേ? ഇത് PFRDA ആണ് കേട്ടോ. PFRDA is a regulatory board for National Pension Commission. Okay, National Pension Commission. Okay, so yes, the recommendation of OASIS initiated a new scheme of pension for the central and state government employees. On its recommendation, an interim pension regulatory fund authority of India was formed 2003 to promote, develop and regulate the pension sector in India. Okay, now ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ PFRDA പെട്ടെന്ന് ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ 1, ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ പെൻഷൻ ശ്രദ്ധിക്കുക. ഇറ്റ് ഹാസ് ടു റെഗുലേറ്റ്, പ്രൊമോട്ട് ആൻഡ് എൻഷുർ ഓർഡർലി ഗ്രോത്ത് ഓഫ് ദി നാഷണൽ പെൻഷൻ സ്കീം. അതായത് ഇന്ത്യയിലെ നാഷണൽ പെൻഷൻ സ്കീം ഉണ്ട്, അതായത് പ്രൊവിഡന്റ് ഫണ്ട് എന്നൊക്കെ. അതായത് 50% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ബാക്കിയുള്ളത് മറ്റ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട്, അതെല്ലാം പെൻഷനിലേക്ക് പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു പെൻഷൻ സ്കീം ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. പെൻഷൻ അത് എല്ലാവർക്കും ബാധകമാണ്, പ്രൈവറ്റും ഗവൺമെന്റും എല്ലാം ഉണ്ട്. ഓക്കെ. 2, ടു എസ്റ്റാബ്ലിഷ് മെക്കാനിസം ഓഫ് ഗ്രീവൻസ് റിഡസൽ ഓഫ്, ആരെങ്കിലും പ്രസിഡന്റ് ആണെങ്കിൽ പണ്ടൊക്കെ വിഡ്രോവൽ എന്തെങ്കിലും പ്രസിഡന്റ്, അതിന് വീട് വെക്കാൻ ലോൺ വേണം, കല്യാണം കഴിക്കാൻ ലോൺ വേണം, മക്കളുടെ ഫോറിൻ പഠിപ്പിക്കാൻ
അവർക്ക് എന്തെങ്കിലും പറഞ്ഞേക്കണം വെച്ചാൽ ഇതിനൊക്കെ പ്രൊഡമുണ്ടെന്ന് ലോൺ എടുക്കാനുള്ള നിയമങ്ങളുണ്ട് പലതും. എത്ര നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അതിനൊക്കെ നിയമങ്ങളുണ്ട്. സോ നാഷണൽ പെൻഷൻ സർവീസ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ 2004. ലേറ്റർ എ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി. അപ്പൊ ഇതുകൂടി ഒന്നും കൂടി ഉണ്ട്. ഇവരുടെ ഫംഗ്ഷനില് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് ഇത്. പിന്നെ നിയമങ്ങളെ അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് ആർക്കെങ്കിലും നിയമം ഇതുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അതുകൂടി ചെയ്യുന്നു. ഡോക്യുമെന്റേഷൻ പ്രോപ്പർ, നിങ്ങളുടെ കോൺട്രിബ്യൂഷനൊക്കെ പ്രോപ്പറായിട്ട് വെക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങളുടെ എത്ര കൊല്ലത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അതേമാതിരി ലെവി ഫീ ആൻഡ് ചാർജസ് ആസ് പെർ പേഴ്സൺ. ചില നോമിനൽ ഫീ ഒക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതൊക്കെ ഉണ്ട്. അതെല്ലാം അവർ പറയും, അതേമാതിരി കൊടുക്കണം. പിന്നെ ടു റിവ്യൂ ദി ഓഡിറ്റ്. ചില സമയം ഇവിടെ എവറി ഇയർ പ്രോപ്പർ ഓഡിറ്റിംഗ് എവറിഥിങ് ഈസ് ഡൺ. അപ്പൊ അതുണ്ട്. കാരണം എന്താ വെച്ചാൽ നാട്ടുകാരുടെ പൈസയാണ്, അപ്പൊ ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്തത് 12C, ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ശ്രദ്ധിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പകുതിയും വിഷമാണ്. പലതും എല്ലാം അഡൾട്ടറേറ്റഡ്. മിൽക്ക് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ മായം ചേർത്തി പല 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 വിധത്തിലുള്ള നമ്മുടെ അസുഖങ്ങൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈസ് ഫ്ലറിഷിംഗ് ഇൻ ഇന്ത്യ ബൈ ദ ഗ്രേസ് ഓഫ് അനവധി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകൊണ്ട് പല 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 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വരുന്നു. കാരണം ചിലപ്പോൾ ലിവറിന്റെ പ്രശ്നം, ചിലപ്പോൾ കിഡ്നിയുടെ പ്രശ്നം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഹാർട്ടിന്റെ, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഒന്ന് മനുഷ്യന് ചിലപ്പോൾ എക്സസൈസ് ഇല്ല, വേറെന്ത് അങ്ങനെയുണ്ട്. ഒരു ഇതിലെ പരമപ്രധാനമായ കാര്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം. മനസ്സിലായില്ലേ? അത് ശരിയാണോ തെറ്റാണോ? അതായത് ചിലപ്പോ കാരണം അത് ചില പല വിധത്തിലുള്ള മായം ചേർക്കലുണ്ട്. ഇപ്പൊ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിന്റെ കളറ് കണ്ടാൽ നമുക്ക് അപ്പോൾ വാങ്ങാൻ തോന്നും. പക്ഷേ അതില് കലർത്തി ചേർക്കണത് എന്തിനു പറയണു? നോർത്ത് ഇന്ത്യയിലെ ഹോളിയിൽ നമ്മൾ കളറ് ഇടില്ലേ, ആ കളറിന്റെ മായം ചില സമയത്ത് കണ്ണില് ഇട്ടിരുന്നു, ചില സമയത്ത് കണ്ണിന്റെ സൈറ്റിനെ പോകും ചില സമയത്ത്. അതിന്റെ അർത്ഥം കളിക്കേണ്ടതല്ല. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കാരണം എന്താന്ന് വെച്ചാൽ എല്ലായിടത്തും കാശ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമല്ലേ. അപ്പൊ ചിലപ്പോൾ ക്വാളിറ്റി നോക്കില്ല. കാരണം ഈ ഹോളി പറഞ്ഞ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് എത്ര പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ലേ നോക്കുക. അപ്പോ സോ ഇൻ ദിസ് മൈൻഡ് ദ ഗവൺമെന്റ് ലേഡ് ഡൗൺ സെർട്ടൻ. അപ്പോ എന്താ ചെയ്തു വെച്ചാൽ നിയമങ്ങൾ പാസ്സാക്കി. എങ്ങനെ? പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ നിയമം. ഫുഡ് ഇതുണ്ട്, ഇതിന്റെ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് ചെക്ക് ചെയ്യാൻ, അതായത് ഇത് FSSAI 2006, ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് നമ്മുടെ 2006 പുതിയ നിയമം വന്നിറങ്ങുന്നത്. ദ created an autonomous institution and food and safety standard authority of India which enforces the provision of the act. അതായത് കഴിക്കുന്ന ഭക്ഷണം അതൊക്കെ ഏത് വിധ നിലവാരം വേണം അതെല്ലാം അസർട്ടൈൻ ചെയ്യുന്ന. ഹോട്ടലിലൊക്കെ ഭക്ഷണം തരുമ്പോൾ ക്ലീൻ ആയിട്ടുണ്ടോ, അതിൽ ചേർക്കേണ്ടതാണോ അതാ വിഷപദാർത്ഥങ്ങളുണ്ടോ, വെജിറ്റബിള് ഇതൊക്കെ വളരെ ശരിയായിട്ടുള്ള വിധമുണ്ടോ. അതേമാതിരി കോഴി, ചിലപ്പോ ചിക്കൻ ചില സമയത്ത് ചിക്കൻ അസുഖമായിട്ടുള്ളതുണ്ട്, ചത്തു വീഴുന്ന കോഴികളുണ്ട്. അതിനെ പെറുക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് സപ്ലൈ ചെയ്താലോ, നമ്മുടെ ശരീരം അഫക്ട് ചെയ്യില്ല. അത് നമുക്കറിയില്ലല്ലോ ഇപ്പൊ ഏതായി ചിക്കൻ എന്ന്. തോലൂര് അതിന്റെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അതേമാതിരി ഐസ്ക്രീം, അത് കൊച്ചു കുട്ടികളാണ് കഴിക്കുന്നത്. ചോക്ലേറ്റ്, ടേക്ക് ദി എക്സാമ്പിൾ, വൺസ് അപ്പോൺ എ ടൈം മെനി ഇയേഴ്സ് ബാക്ക്, ഈവൻ കോഡ്ബറീസ് ചോക്ലേറ്റില് അതിന്റെ ഉള്ളില് ഇൻ ട്രിവാൻഡ്രം somebody found something and the whole nation was completely അവർ കംപ്ലീറ്റ് സസ്പെൻഡ് ചെയ്തു പ്രൊഡക്ഷൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അതിന്റെ പാക്കും അതെല്ലാം മാറിയിട്ട് അമിതാഭ് ബച്ചൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് പിന്നെ അത് രണ്ടാമത് വന്നത്. കാരണം ക്വസ്റ്റ്യൻ ചെയ്തു, ഏതോ ഒരു പ്രൊഡക്റ്റിലെ എന്തോ ഒരു അഡൾട്ടറേഷൻ എന്തോ കണ്ട് തുറന്നപ്പോ ഒരു കൊച്ചുകുട്ടി നമ്മുടെ കോഡ്ബറീസിന്റെ ചോക്ലേറ്റ് എന്തോ, ഇപ്പോഴല്ല, മെനി ഇയേഴ്സ് ബാക്ക്, ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് കഴിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. അത് പിന്നെ എന്നിട്ട് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് by paying huge amount to the mega star Amitabh Bachchan, he just introduced that new product to the market.
അപ്പൊ ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള അതൊക്കെയാണ് ചില സമയത്ത് വരിക. അപ്പൊ ശ്രദ്ധിച്ച് കഴിക്കണം. ടു മച്ച് ഈസ് ആൾവേസ് ഡേഞ്ചർ. അനാവശ്യമായിട്ട് നമ്മൾ തിന്നാതിരിക്കുക, ആവശ്യത്തിന് മാത്രം തിന്നുക. നമ്മളെ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. അപ്പൊ എന്താ അറിയോ, നമ്മുടെ സ്റ്റൊമക്ക് നോക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ അതനുസരിച്ച് ന്യൂട്രീഷ്യസ് ഫുഡ്, ഹെൽത്തി, അതേമാതിരി അപ്രൂവ്ഡ്, അതേമാതിരി നല്ല നല്ല ക്വാളിറ്റി ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിന്റെ പല റെഗുലേഷൻസ് ഉണ്ട്. നോക്കൂ, ഫ്രൂട്ട് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയതാണ്. ആൻഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഓർഡർ 1955, മീറ്റ്, മാംസം, പിന്നെ പ്രൊഡ്യൂസേഴ്സ് അതിന്റെ പ്രൊഡക്ഷൻ ആക്ട് 1973, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, മിൽക്കും മിൽക്കിന്റെ പ്രൊഡക്റ്റും ഓർഡർ 1992. അങ്ങനെ ദ ക്രിയേറ്റഡ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫുഡ് സേഫ്റ്റി. ഇൻസ്പെക്ടർമാരുടെ ഇവരൊക്കെ വന്നിട്ട് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹോട്ടലിലൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ ചെക്ക് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തലതിരിഞ്ഞ് വീഴ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, ഉടനടി വന്നിട്ട് അവർ. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയണ്ട, we have got number of problems, complaints, പക്ഷേ we have got limited staff due to various reasons. കൂടുതൽ ഫുഡ് ഇൻസ്പെക്ടർ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിഫൈഡ് ഫുഡ് ഇൻസ്പെക്ടർ ആയിരിക്കണം. അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയണം, കാറ്ററിംഗിന്റെയും മറ്റതിനെ പറ്റിയിട്ടൊക്കെ. നല്ല ഡിപ്ലോമ ഹോൾഡേഴ്സോ ഡിഗ്രി ഹോൾഡേഴ്സോ പാടും, ഗ്രാജുവേറ്റ് ആയിരിക്കണം. എല്ലാം ഐറ്റം തെറ്റി ഓരോന്ന് കാര്യങ്ങൾ ഇതറിയണം, ടെക്നിക്കാലിറ്റി, അങ്ങനത്തെ ആളുകളായിരിക്കണം. അപ്പൊ ഇത് 2006 it was passed. Now ഓർഗനൈസേഷൻ നോക്കൂ, ഓർഗനൈസേഷൻ എന്താണ്? ഇതില് ചെയർമാൻ FSSI ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ബോഡി എങ്ങനെ അറിയോ? ഇത് കോമ്പോസിഷൻ ഓഫ് ദ അതോറിറ്റി is determined by the Ministry of Health and Family Welfare, Government of India. ഇതിന്റെ കീഴിലാണ് ഇത് വരുന്നത്. അതായത് ഈ പറഞ്ഞല്ലേ ഫുഡ് FSSI എന്ന് പറഞ്ഞില്ലേ ഞാൻ, ഏതാണത്? FSSAI ആക്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹെൽത്ത് മിനിസ്റ്ററാണ്. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മനസ്സിലായില്ലേ? അവരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. അവർ സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിലുണ്ടത് ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ഫുഡ് മിനിസ്റ്ററുടെ കീഴിലാണ് ഈ ഫുഡ് ഇൻസ്പെക്ടർ വരുന്നത്, ഫുഡ് മിനിസ്റ്ററുടെ. അപ്പോ ഇതിന്റെ ഒരു ബോഡി ഉണ്ട് സെൻട്രലിലെ ചെയർപേഴ്സൺ, അതായത് ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റാങ്ക് ഓഫ് സെക്രട്ടറി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെക്രട്ടറി. രണ്ടാമത് 20 മെമ്പർ ഉണ്ട്. അതില് 1/3 സ്ത്രീകളായിരിക്കണം, 1/3 സ്ത്രീകളായിരിക്കണം. ഓക്കെ. പിന്നെ 7 എക്സ് ഒഫീഷ്യ മെമ്പേഴ്സ് ഉണ്ട് ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ്. 7 ആള്, അതായത് ഞാൻ പറഞ്ഞില്ല, 1 ചെയർപേഴ്സൺ സെക്രട്ടറി ലെവലില്, 20 മെമ്പറ്, അതിന്റെ 1/3 സ്ത്രീകള്, പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. എവിടുന്ന എടുക്കുക? അഗ്രികൾച്ചർ മിനിസ്ട്രി, കോമേഴ്സ് മിനിസ്ട്രി, ഹെൽത്ത് മിനിസ്ട്രി, കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി, ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി, ലെജിസ്ലേറ്റീവ് അഫയേഴ്സ് മിനിസ്ട്രി, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി. എവിടെന്നെങ്കിലൊക്കെ ആളുകളെ എടുക്കണം. ഇതാണ് ഇതിന്റെ കോമ്പോസിഷൻ. ഇനി ഇതിന്റെ ഫങ്ഷൻ ഇതാണ്. laying down the standards. The following functions are hitherto undertaken by the FSAI. അതായത് ഭക്ഷണം ചെക്ക് ചെയ്യുന്നത്, laying down the standard and guidelines in relation to food items and promote general awareness about food quality, safety and standard. അതായത് ഇവരുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുക, ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ട്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പിന്നെ ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുക. അതേമാതിരി ചിലയിടത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പണ്ട് ഇത് ഷവർമ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചില ഹെൽത്ത് മിനിസ്ട്രി ചില സമയത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം. അപ്പൊ അതൊക്കെ അങ്ങനെ ഉള്ള ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരറിയിക്കും. ഓക്കെ. ദെൻ ലേയിങ് ഡൗൺ മെക്കാനിസം, ഗൈഡ് ലൈൻസ്, അക്രഡിറ്റ്. പിന്നെ ഇതിന്റെ ലൈസൻസ് എടുക്കണം ഓരോന്നിനും, മനസ്സിലായില്ലേ? എന്ത് നിങ്ങൾ ചെയ്യുമ്പോഴത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസിലുണ്ട്. ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ലൈസൻസ് അൺഓതറൈസ് പേഴ്സൺസിന് വിൽക്കാനും പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ വേറൊന്ന്, ലേയിങ് ഡൗൺ
നിങ്ങൾക്ക് ഒരു ഉദാഹരണം, മിൽക്ക് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതേമാതിരി പിന്നെ ലേയിങ് ഡൗൺ ദ പ്രൊസീജിയർ ഫോർ അക്രഡിറ്റേഷൻ, ലബോറട്ടറി ടെസ്റ്റ് ചെയ്യണം. അതായത് മിൽക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും മറ്റേ ഇതൊക്കെ കൃമികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ നോക്കണം, പ്യൂരിറ്റി ഇതെല്ലാം നോക്കണം. ഈ പശുവും പാല് എന്ന് പറഞ്ഞാൽ എല്ലാ പശുവിൽ നിന്ന് കിട്ടുന്ന പാല് ഒരേ വിധത്തിലല്ലല്ലോ. ചിലപ്പോൾ മഞ്ഞ നിറമായിരിക്കും, ചിലപ്പോൾ പച്ച, പല ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മിൽമ അല്ലെങ്കിൽ അമൂലോ ഇതൊക്കെ ക്വാളിറ്റി, ഭയങ്കര വില ക്വാളിറ്റി ചെക്കിംഗ് ആണ്. ഒരാൾക്ക് ഒരു അസുഖവും വരാൻ പാടില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ കഴിക്കുന്നതാണ് അതൊക്കെ. യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് മദർ ഡയറി, മിൽമ, അതേമാതിരി അമൂൽ, ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കല്ലേ, കോടിക്കണക്കല്ലേ. അതിലെന്തെങ്കിലും തകരാറ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനാണ് ഈ റെഗുലേറ്ററി ബോർഡ്. അടുത്തത് പ്രൊവൈഡിങ് സയന്റിഫിക് അഡ്വൈസ്, ശാസ്ത്രീയമായ, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഒക്കെ പാക്കിങ്ങും മറ്റേതൊക്കെ ഓട്ടോമാറ്റിക് അല്ലേ, ശാസ്ത്രീയമായ ഓരോത്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് വേണം. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫ്രെയിമിംഗ് റൂൾ, സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും റൂൾസ് ഉണ്ട്. ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നത് ശരിക്കും സ്റ്റേറ്റിലാണ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിന്റെ റൂള് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത്. ഇവിടുത്തെ ഐറ്റംസും ഇവിടെ വിൽക്കേണ്ടതും. ഇപ്പൊ നോക്കിക്കോളൂ, ഇവിടെ മദ്യം, ഫോർ എക്സാമ്പിൾ, മദ്യം ആരെ ലൈസൻസ് കൊടുക്കേണ്ടത്? പഞ്ചായത്ത്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കേണ്ടത്. ഇവിടുത്തെ റൂളാണോ തമിഴ്നാട്ടിലെ റൂളാണോ ജമ്മു കാശ്മീരിലെ? അല്ലല്ലോ. ഓരോരോ സ്റ്റേറ്റിൽ ഓരോ റൂളാണ്. പക്ഷെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോ പ്രൊവൈഡിങ് സയന്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് to central and state government in framing the rules and policies in area which have direct or indirect bearing on matters of food safety and production. ഒരു വിധത്തിലുള്ള കോംപ്രമൈസ് പാടില്ല, ഓർമ്മിക്കണം. കാരണം ഈ മിൽക്ക് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പ്രസവിച്ച ആ കുട്ടികൾക്ക് പോലും ഈ മിൽക്കാണ് കൊടുക്കുന്നത്, ഓർക്കണം. അപ്പൊ എത്രത്തോളം പ്യൂരിറ്റി വേണം എന്ന് ആലോചിച്ചാൽ ബാക്കി പറയണ്ടല്ലോ. ആ ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഫുഡ് ഐറ്റംസിൽ പാടില്ല. അത് ഹാനികരമാകും. ഇപ്പോ നമ്മളൊരു ചില സമയത്ത് കല്യാണത്തിന് നമ്മൾ ബിരിയാണി സെർവ് ചെയ്തു, ആ കഴിച്ചവർ മുഴുവൻ അസുഖമായി. എന്താ കാരണം? അതിന്റെ പ്രധാന കാരണം ഇതായിരിക്കും. ഒന്നാമത് ഉപയോഗിച്ച ചിക്കൻ ക്വാളിറ്റി ചിക്കൻ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് അസുഖം ബാധിക്കുന്ന സമയമുണ്ട്. ചില സമയത്ത് കോഴികൾക്ക് അത് ചത്തു വീഴും. അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ വയ്ക്കുകയെന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ക്വാളിറ്റി ചെക്കിങ്. ഫുഡ് ഇൻസ്പെക്ടർ വന്ന് ചെക്കിങ് കംപ്ലീറ്റ് സീൽ ചെയ്യും. പിന്നെ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെയാണ് ഈ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി. സോ ഇതാണ്. പിന്നെ വേറൊന്ന്, collecting and collating data and reference of food consumption, the common risk, prevalence of biological. നോക്കൂ, വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഫിഷ്, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഫിഷ്. എല്ലാ ഫിഷും അതിൽ പല വിധത്തിലുള്ള അവര് ചിലപ്പോൾ കുറെ ദിവസങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും അതിൽ കലർത്തുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനോ ലൂസ് മോഷനോ വേറെ എന്തെങ്കിലും ഛർദി ഇതൊക്കെ വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഐസ്, ടേക്ക് ദ എക്സാമ്പിൾ ഐസ്. ഐസ് ഷുഡ് ബി മെയ്ഡ് ഫ്രം ദ വാട്ടർ, പ്യൂർ വാട്ടർ. അല്ലെങ്കിൽ ഈ ഐസിലാണ് നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജ്യൂസ് കുടിക്കുന്ന ഈ ഐസ് ഇട്ടിട്ടാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ പോകുന്നത്. അപ്പോൾ ഐസ് ഉണ്ടാക്കുന്നത് വളരെ പ്രോപ്പർ എൻവയോൺമെന്റും അതേമാതിരി നല്ല വെള്ളത്തിലായിരിക്കണം. കാരണം ആ ഐസിന്റെ ഇതിട്ടിട്ടാണ് നമ്മളെ സോഡ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പോകുന്നത്. മനസ്സിലായില്ലേ? അതിനൊക്കെയാണ് കംപ്ലീറ്റ് ഓരോരോ കാര്യത്തിനും ലൈസൻസ് എടുക്കണം. ഇനി വേറൊരു കാര്യം, ക്രിയേറ്റിംഗ് ഇൻഫർമേഷൻ. അതായത് ജനങ്ങൾക്ക് ഒരു അവയർനെസ്, നമ്മളെ ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ ഇത് ചെയ്യണം. അതേമാതിരി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ചില ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കരുത്, കാരണം അത് ദഹിക്കില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അത് പഞ്ചായത്താണ്. ഇതെല്ലാം നമ്മുടെ സ്റ്റേറ്റിൽ പല കാര്യങ്ങളും ഫുഡ് ഇത് പഞ്ചായത്തിന്റെ ലൈസൻസ് ആണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റും ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിലാണല്ലോ. അപ്പൊ അത് നമ്മള് പിന്നെ കാത്തു സൂക്ഷിക്കണം. ഈ പഞ്ചായത്തിന് ചുമ്മാ കാശുള്ളതിന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. കാരണം അത് പ്രോപ്പറായി അവർ പീരിയോഡിക് ചെക്കിങ് വേണം. ഭക്ഷണം ടേസ്റ്റ് ചെയ്യണം. സാമ്പാർ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, അവര് വന്ന് ടേസ്റ്റ് ചെയ്ത് പോകണം. അവർക്ക് ഇഷ്ടമല്ല, അടുക്കള വന്നിട്ട് കിച്ചൺ വന്നിട്ട് ചെക്ക് ചെയ്യും.
വളരെ ക്ലീൻ ആണെന്ന് നോക്കും. ചിലപ്പോ സംടൈം സോ ഹാപ്പൻ ചെറിയ റൂം ആയിരിക്കും കിച്ചൺ, അതിൽ തന്നെ ആയിരിക്കും ടോയ്ലറ്റും. കാരണം അവിടെ സ്ഥലം ഉണ്ടാവില്ല. ഈവൻ കിച്ചന്റെ ഉള്ളിലാണ് ടോയ്ലറ്റ്. അവിടെയാണ് നമ്മൾ അപ്പുറത്ത് ഈറ്റബിൾസ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. കാരണം ഒരേ റൂം എടുക്കാൻ വേറെ വാടക കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചില പ്രോബ്ലമാറ്റിക് ഇത് വരണം. അത് ഫുഡ് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് ചിലപ്പോൾ സീൽ ചെയ്യും, അവരെന്തെങ്കിലും ഫൈനും ഒക്കെ ഇടും. പിന്നെ അവരുടെ പെർമിഷനാണ് തുറക്കാൻ പറ്റില്ല. അതൊക്കെ പിന്നെ പ്രൊവൈഡിങ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ഫോർ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ഫുഡ് സെക്ടർ ആൻഡ് ആൾസോ ഫോർ ദ ന്യൂ എൻട്രൻസ് ഇൻ ദ ഫുഡ് ബിസിനസ്. അപ്പോൾ ഇപ്പോ നോക്കൂ, ഇന്നലെ ന്യൂസ് പേപ്പറില്, ഈവൻ ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്, ഈ ഗുജറാത്തിൽ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വളരെ വലിയ ഒരു ഡയറി ഓപ്പൺ ചെയ്തിരുന്നു. അവിടെ തന്നെ നമ്മുടെ അമൂലുണ്ട് കേട്ടോ. അതേമാതിരി വളരെ ഗുജറാത്തിൽ വേറൊരു സ്ഥലത്തെ വളരെ വലിയ ഒരു ഡയറി, അതേമാതിരി നമ്മുടെ മിൽക്ക് പ്രൊഡ്യൂസിങ്, നമ്മുടെ അനവധി സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് പ്രൊഡക്റ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു മോഡേൺ പ്ലാന്റ് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ്. എന്തിനാണത് കാരണം? ഒന്ന്, നമ്മളെ മിൽക്ക് പ്രൊഡക്റ്റ് വൺ മോർ തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു. ഒരു കാലത്ത് ഇന്ത്യയിൽ മിൽക്ക് ഉണ്ടായിരുന്നില്ല. വി വർ ജസ്റ്റ് മിൽക്ക് പൗഡർ വാസ് ഇമ്പോർട്ടിംഗ് ഫ്രം അമേരിക്ക. when I was student, I used to take I used to get the milk powder from America. They were dumping in Atlantic Ocean. വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഇന്ത്യയില് ആ സമയത്ത് പട്ടിണി, ഒരു സമയത്ത് നമ്മുടെ സാധനം കിട്ടിയപ്പോൾ വളരെ ഇതായിരുന്നു, കഷ്ടമായിരുന്നു. അപ്പൊ ആ സമയത്ത് അത് ഇങ്ങോട്ട് തരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നമ്മൾ നമ്മുടെ ആളുകൾക്കൊക്കെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി പാലൊക്കെ. ഇന്ന് ജസ്റ്റ് ഐ വാണ്ട് ടു ടെൽ യു, ബൈ ഇൻട്രൊഡ്യൂസിങ് അമൂൽ ഓർ മദർ ഡയറി ഓർ മിൽമ, ഇന്ത്യ ഹാസ് ബിക്കം ദ ബിഗ്ഗസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഇൻ ദ വേൾഡ്. മനസ്സിലായോ? അതിലെ റോൾ പ്ലേഡ് ബൈ this Amul is tremendous. എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകൾക്കും നമ്മുടെ കർഷകർക്കും ജോലി കൊടുക്കുന്നതാണ് അമൂല്. അതേമാതിരി ലാർജസ്റ്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ്. അതെങ്ങനെ സാധിച്ചേ? അപ്പൊ അതിൽ ക്വാളിറ്റിക്ക് വളരെ നല്ലതാണ്. ഇനി പറയാൻ, അപ്പൊ ഇവിടെ കോൺസിസ്റ്റന്റ് പൊളിറ്റിക്കൽ ഇന്റർഫിയർ. അപ്പൊ ഇതിലൊക്കെ പൊളിറ്റിക്കൽ ചെയർമാൻ ആരാണ്, മറ്റൊരാണ്, അങ്ങനെയൊന്നും നമ്മൾ നോക്കരുത്. അതില് പിന്നെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ഫുഡ് പ്രൊഡക്ഷൻ ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമോ കൈക്കൂലിയോ ഒന്നും പാടില്ല. ഭക്ഷണത്തിൽ യാതൊരു ഇതേ വിധത്തിലുള്ള കാര്യം. ജനങ്ങളുടെ വയറ്റിൽ പോകുന്ന ജനങ്ങൾ ചിലപ്പോൾ ആയിരിക്കും ഫുഡ് പോയ്സൺ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത ഇതിൽ ഒരു മിനിറ്റും കൂടി, ഇതിൽ ഒരു പ്രശ്നം കൂടിയുണ്ട്, ഈ പ്രോബ്ലം ഏരിയാസും കൂടിയുണ്ട്. ഇതിലെ ചില സമയത്ത് ക്ലിയർ കട്ട് ഡിമാർക്കേഷൻ ഇല്ല, റൂൾസ് ഇല്ല. ചില സമയത്ത് റെഗുലേഷന് എങ്ങനെ ചെക്ക് ചെയ്യണം, ഇതിന്റെ ലബോറട്ടറി എങ്ങനെയാണ്, ഇതിന്റെ ലീഗൽ ആസ്പെക്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അടുത്തത് ക്വാളിറ്റി എങ്ങനെ എൻഷുർ ചെയ്യണം, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബെഞ്ച് മാർക്ക് ഉണ്ടോ, എത്ര വരെ ആവാം, എത്ര മില്ലിഗ്രാം ആവാം, അതേമാതിരി ഇത് എത്രയാവാം, അതെത്രയാവാം എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടില്ല. ട്രെയിൻഡ് ടെക്നിക്കൽ പീപ്പിൾ ആർ നോട്ട് അവൈലബിൾ സംടൈംസ്. അതേ പ്രകാരം കൺസ്യൂമർ പാർട്ടിസിപ്പേഷൻ in planning and decision making process is not there. കൺസ്യൂമർ ഇതിന്റെ അപ്പൊ അതും ഇല്ല, സ്പെഷ്യലിസ്റ്റ് ഇല്ല ചില സമയത്ത്. അതേമാതിരി ഫുഡ് അഡൾട്ടറേഷൻ ചെക്ക് ചെയ്യാൻ നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആളുകൾ വേണം, അതില്ല. ജനറൽ അവയർനെസ് ഇല്ല, ക്വാളിറ്റി ബെഞ്ച് മാർക്ക് ഇല്ല, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എത്രത്തോളം ആവാന്നില്ല, ട്രെയിൻഡ് ടെക്നിക്കൽ മാൻ പവർ ഇല്ല, പിന്നെ ഡിമാർക്കേഷൻ ഇല്ല, ഗവൺമെന്റിന്റെ റൂൾസ് ചിലപ്പോൾ കൺഫ്യൂസിങ് ആണ്, റെഗുലേറ്ററി അതോറിറ്റി ആര് ചെയ്യും എന്ത് ചെയ്യും എന്നറിയില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണോ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണോ എന്നറിയില്ല, അങ്ങനെയുണ്ട്. ഇനി ഇതിലെ അപ്പോ yes, there exists a consistent political interference in the functioning of the regulatory bodies, especially the matters of open, competitive and free market practices. ഇതാണ് ഇതിന്റെ ഫങ്ഷൻ. ഇനി ഇതിന്റെ ഈ യൂണിറ്റിന്റെ 12ാമത്തെ യൂണിറ്റിന്റെ കൺക്ലൂഷൻ ആണ് വരുന്നത്. ദിസ് യൂണിറ്റ് ബിഗിൻസ് വിത്ത് എ ഡിസ്കഷൻ ഓൺ ദ കൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് റെഗുലേഷൻ. വളരെയധികം റെഗുലേറ്ററി ബോർഡ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇത് കൂടാതെ അത് വേറെ പലതും ഉണ്ട്. നമ്മളിപ്പോൾ ആകെ 4 പറഞ്ഞിട്ടുള്ളൂ. അതായത് അപ്പൊ ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇന്ത്യയിൽ. കാരണം ഓരോരോ ഇതും എങ്കിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെയിലബിൾ ആവൂ, ജനങ്ങൾക്ക് നല്ലതാവും, അല്ലെങ്കിൽ ഹെൽത്ത് ഡിറ്ററേറ്റ് ആവും. അപ്പോ ഫർദർ ഇറ്റ് ഇൻഡിവിജ്വലി ടേക്സ് അപ്പ്
the regulatory authority in India, namely TRA, അത് നമ്മുടെ ടെലിഫോണിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ, ബട്ട് ഇതിന്റെ പെൻഷൻ ഫണ്ട്, ഓക്കെ, അങ്ങനെ. Then and explain the respective organization function and roles. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. Thank you very much.